ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ബിനോയ് ജോൺ, പാലാരമതിയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ പെത്താനത്ത്, DCMS ഡയറക്ടർ സ്നേഹനിധിയായ പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട സാറെ സാംസണ്ണി, ബഹുമാനപ്പെട്ട ബേബി, ബഹുമാനപ്പെട്ട ബിന്ദു, പ്രിയപ്പെട്ട വൈദികരെ, നമ്മളുടെ സപ്തതി വർഷ സോണൽ പ്രവർത്തന സമിതിയുടെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നമ്മളുടെ പൊതുവീട്ടിൽ ഈ മണിക്കൂറിൽ നമ്മൾ ഒന്നിക്കുന്നത്. രൂപതാ കേന്ദ്രത്തിൽ ഈ മണിക്കൂറുകൾ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയാനുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ സംസാരിച്ചവരെല്ലാം ആ കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ തന്നു. നമുക്ക് ഈ നാടുകളിൽ കുറേയെല്ലാം ഒന്നിക്കാനും സ്നേഹം പങ്കിടാനും ഈ വിഷയം സംസാരിക്കാനും ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് വർത്തമാനം പറയാനും തിരുത്തലുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല കൂടിവരവുകൾ ഇവിടെയും എൻ്റെ മുറിയിലും ഏതാനത്തച്ഛൻ്റെ മുറിയിലും വാഗമണ്ണിലും എല്ലാം വെച്ച് ഈ നാടുകളിൽ നമ്മൾ നടത്തി. അതൊക്കെ നല്ല ഫലം നമുക്ക് തന്നു എന്ന പൂർണ്ണമായ ബോധ്യമാണ് എനിക്കുള്ളത്. പോരായ്മകളുണ്ട്. ബഹുമാനപ്പെട്ട ജലാളച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സഹകരണക്കുറവുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്മേൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അച്ഛന് ഗൗരവതരമായിട്ട് ആ കാര്യം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ DCMS സംഘടനയെക്കുറിച്ചും നമ്മുടെ സമുദായത്തെക്കുറിച്ചും എല്ലാം ഉള്ളത്. ഇവിടെ പറയപ്പെട്ടതുപോലെ നമുക്കൊരു റിനൈസൻസ്, ഒരു ഉണർവ് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ഈ നാടുകളിലൊക്കെ ഏതാനത്തച്ഛനും ഇതിൻ്റെ ഭാരവാഹികൾ ബിനോയ് ജോണും സെക്രട്ടറി ബിന്ദുവും അച്ഛനും എല്ലാം വളരെയേറെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കർമ്മ പദ്ധതിയുടെ രൂപരേഖ നമുക്കിവിടെ സമർപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. നമ്മുടെ ഈ സമുദായത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമ്മളതിനൊരു റീഫോക്കസിങ് കൊടുക്കേണ്ടത്, എന്തൊക്കെ പ്രോജക്ട്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്, 5 സോണുകളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന പോലുള്ള ജോലിയാണ് ചെയ്തു തന്നിരിക്കുന്നത്. അതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. ഞാൻ ഇന്നലെ മുതൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ജോസഫിനോടും കല്ലാണച്ചനോടും വിനോയോടും ഒക്കെ എനിക്ക് ചില സംശയങ്ങളുള്ളതിനെക്കുറിച്ചും ഞാൻ സംസാരിച്ചത് തീർത്തു. വളരെ നല്ല ഒരു അധ്വാനം നിങ്ങൾ നടത്തി. അതുപോലെ തന്നെ ജോസഫിനും ഈ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. JB കോച്ചി സാറിൻ്റെ മുൻപിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കി പഠിച്ച് മനസ്സിലാക്കിയാലും ഇവിടുന്ന് DCMSൻ്റെ കാര്യത്തെക്കുറിച്ച് കൊടുത്ത റിപ്പോർട്ടാണ്. വളരെ വിപുലമായ ഒരു സ്റ്റഡിയാണ് നടത്തിയത്. അത് സർക്കാർ തന്നെയും ഒരു ഡോക്യുമെൻ്റായിട്ട് എടുക്കുകയും അതിൽ നിന്ന് ചിന്തകൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഈ സമുദായത്തിനോടുള്ള നമ്മളുടെ അടുപ്പവും ആദരവും എല്ലാം ചെറിയൊരു കാര്യമല്ല. ഇവിടെ പറഞ്ഞല്ലോ, രൂപതയുടെ 6-1 നമ്മളുടെ DCMS ആണ്. അതാണ് പാലായുടെ മഹത്വം. വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ലാത്ത വിധത്തിൽ
സംഖ്യാബലമുള്ള സമുദായബോധമുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മളുടെ കൂട്ടത്തിൽ ഒന്നിച്ച് എപ്പോഴും എല്ലാ കാര്യത്തിലുമുള്ള DCMS സഹോദരങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് രൂപതയും സാധിക്കുന്ന വിധത്തിലെല്ലാം അതിനോട് ചേർന്ന് ആ സമുദായം വളർന്നാലേ രൂപതയും വളരുകയുള്ളൂ. അതാണല്ലോ. അങ്ങനെ നമ്മൾ കൂട്ടായ രീതിയിൽ ചിന്തിക്കണം. നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ചുമതലയേറ്റിരിക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, രൂപത ഭാരവാഹികൾ അല്പം കൂടി ഇതിനോട് സഹകരിച്ച് തുറന്ന മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. യഹൂദന്മാര് പല പ്രതിസന്ധികൾ വന്നപ്പോൾ അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അപ്പോഴെല്ലാം അവരെ കുറിച്ച് പറയുന്നത് അവരുടെ ബാഗുകളിൽ അവർ പണമോ സ്വർണമോ അല്ല കൊണ്ടുപോയത്, അവരുടെ ബാഗുകളിൽ പഴയ നിയമത്തിന്റെ കൈയെഴുത്ത് പ്രതികളാണ് അവർ കൊണ്ടുപോയത്. അതാണ് ഒരു സമുദായത്തോടുള്ള ഒരു കടപ്പാടിന്റെ ആദരവിന്റെ ഭാഗം. ലോകത്തിലുള്ള മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിച്ചിട്ടുള്ളത് ആ ഒരു ചെറിയ സമൂഹമാണ്, യഹൂദരാണ്. അവർക്ക് 13 വയസ്സ് കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് സങ്കീർത്തനങ്ങളും മോശയുടെ പുസ്തകങ്ങളും ഒക്കെ കാണാതെ അറിയാം. അവര് യുദ്ധത്തിൽ സ്ഥലം വിട്ടു പോകേണ്ടി വന്നപ്പോൾ അവരുടെ ബാഗുകളിൽ അവര് എടുത്തുകൊണ്ട് പോയത് ബൈബിളാണെങ്കിൽ തത്തുല്യമായ ഒരു പ്രതിബദ്ധത നമുക്ക് ഇതുപോലുള്ള സമുദായങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമുദായത്തെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് രൂപത ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകൾക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനൊക്കെ ഇല്ല. അങ്ങനെ മാറി നിന്നാൽ ഈ സമുദായത്തെയാണ് അത് ബലഹീനമാക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവതരമായിട്ട് നമുക്ക് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ജോലി ചെയ്യാൻ മനസ്സില്ലാത്തവര് ഒരു സ്ഥാനം ഏറ്റെടുക്കുക. എനിക്കതാണ് എപ്പോഴും പറയാനുള്ളത്. 24 മണിക്കൂറും നമ്മൾ ജോലി ചെയ്യാൻ കടപ്പെട്ടവരാണ്. ജോലി ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ഇതിലേക്കൊന്നും പോകരുത്. ഞാൻ DCMSന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ അച്ഛന്മാരെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. ജോലി ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് ദയവ് ചെയ്ത് നമ്മൾ കടന്നു വരണം. അതുവഴി നമ്മുടെ സമൂഹം ബലഹീനമാകും. നമുക്ക് വലിയ വിപത്തുകൾ ആ രീതിയിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അധ്വാനത്തിലൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യം കണ്ടെത്താനും അത് വളർത്താനും നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ DCMSകാരെ പലപ്പോഴും മാർജിനൽ ഫാർമേഴ്സായിട്ടും ലാൻഡ്ലെസ് ലേബറേഴ്സായിട്ടും ഒക്കെ കണ്ടിരുന്നു. അതാണ് പലപ്പോഴും ഒരു മുതലാളിത്ത വർഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ ഈ സമുദായത്തെ കണ്ടിരുന്നത്. ആ അവസ്ഥയെല്ലാം മാറി നമ്മുടെ വേദപുസ്തകം പഠിപ്പിക്കുന്ന തുല്യ അവകാശം, മനുഷ്യനെ സൃഷ്ടിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളെയും ദൈവം ആദത്തിന്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ടു. അതുകൊണ്ടൊന്നും ആദത്തിന് സംതൃപ്തി കിട്ടിയില്ല. അങ്ങനെയാണ് അവസാനം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ ഛായയാണ്. പണ്ട് 16-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉള്ളൊരു സിദ്ധാന്തം, രാജകുടുംബത്തിൽ പിറന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഛായയുള്ളൂ, സ്ത്രീകൾക്ക് ദൈവത്തിന്റെ ഛായയില്ല. നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ ദൈവത്തിന്റെ ഛായയുള്ളൂ. ഇങ്ങനെയുള്ള തെറ്റായ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്ത നാടുകൾ ലോകം മുഴുവനുണ്ടായിരുന്നു. അതെല്ലാം മാറി ദൈവവചനം നമ്മൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ കാര്യത്തിലും വ്യത്യാസം വന്നു. തോമസ് അക്വീനാസ് വലിയ പണ്ഡിതനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീയെ സൃഷ്ടിക്കാൻ നേരത്ത് ദൈവം ആദത്തിന്റെ തലയിൽ നിന്ന് ഈ സ്ത്രീയെ സൃഷ്ടിക്കാതിരുന്നത് ആ പാവം മനുഷ്യന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. തോമസ് അക്വീനാസ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം കത്തോലിക്ക സഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ ആദത്തിന്റെ കാലിൽ നിന്ന് ഈ പെണ്ണിനെ സൃഷ്ടിക്കാതിരുന്നത് കാലാകാലങ്ങളിലുള്ള ചേട്ടന്മാരുടെ ചവിട്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു പെണ്ണും ഒരു പുരുഷന്റെയും ചവിട്ട് മരിക്കരുത്. അതുകൊണ്ടാണ് കാലിൽ നിന്ന് സൃഷ്ടിക്കാതിരുന്നത്. എന്നിട്ട് ദൈവം കണ്ട
ഏറ്റവും നല്ല മാർഗമായിരുന്നു. ഹൃദയ ഭാഗത്ത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന വാരിയലിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിക്കുക. അതാണ് സമത്വം. അതാണ് കോ ഈക്വൽ ആയിട്ടുള്ള ഒരു പുരുഷന് ഒരു കോ ഈക്വൽ പാർട്ട്ണറാണ് വേണ്ടിയിരുന്നത്. അതെല്ലാം കണ്ടല്ലോ, സർവ്വജീവജാലങ്ങളെയും കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നില്ല. അതുകൊണ്ടാണ് ദൈവം അനന്തമായ ആ ജ്ഞാനത്തിൽ നിന്ന് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് വന്നതും അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം നൽകിയതും. നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഡോക്ടർ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഐ മെഷർ ദ പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി വിത്ത് ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് ഓഫ് ദ വിമൻ ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി. ഏതൊരു സമുദായത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമുദായത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, അവരുടെ പ്രോഗ്രസ് എന്താണ്, വളർച്ച എന്താണ് എന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ആ സമൂഹത്തിന് വളർച്ചയുള്ളൂ, അല്ലെ വളർച്ച ഇനിയും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കെയുള്ളൂ. അദ്ദേഹം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു. ഒരു പരിധിവരെ ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും എല്ലാം ഇവിടെ ബിനോയ് ഒരു കഥ പറഞ്ഞല്ലോ, ആ കഥ പോലെ തന്നെയായിരുന്നു ഈ അംബേദ്കറിന്റെ ചരിത്രവും. അംബേദ്കർ ജ്യേഷ്ഠനുമായിട്ട് സ്കൂളിൽ ഒന്നിച്ചു പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അപ്പനൊരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ പിള്ളേര് അവർക്ക് നല്ല വണ്ടിയിൽ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു കാളവണ്ടിയിൽ കയറി യാത്ര ചെയ്തു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിയുടെ ഉടമസ്ഥൻ മനസ്സിലാക്കി ഈ പിള്ളേര് ഈ താഴ്ന്ന സമുദായത്തിലെ ആളുകളാണ്. അപ്പോഴേ കാളവണ്ടിക്കാരൻ അവിടെ നിർത്തി അവര് വണ്ടിക്ക് പുറത്തിറക്കി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വരെ മാർഗമില്ല, ഞങ്ങൾക്ക് മറ്റു വണ്ടിക്ക് പോകാൻ ഞങ്ങളുടെ ഈ പണമില്ല, ഇതിനാണെങ്കിൽ പണം ചെറിയ തോതിൽ തന്നാൽ മതി. അങ്ങനെയെല്ലാം പറഞ്ഞു തർക്കിച്ച് ഒരു തരത്തിൽ ഈ കാളവണ്ടിയിൽ ഈ രണ്ടുപേരെയും കൂടെ തിരിച്ചു കയറ്റി. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, ഈ കാളവണ്ടിക്കാരൻ വണ്ടിയിൽ കയറിയില്ല, കാളവണ്ടിക്കാരൻ പുറത്തിറങ്ങിയിട്ട് കാള തന്നെ ഇവരെ കൊണ്ടുപോകട്ടെ എന്ന മട്ടിൽ ആ വണ്ടിയിൽ കയറാതെ കാളയുടെ സഹായത്തോടുകൂടി മാത്രം ഈ പിള്ളേരെ അവരുടെ അപ്പന്റെ സ്ഥാനത്ത് സ്ഥലത്ത് കൊണ്ട് വിടുകയാണ്. എന്നിട്ട് ഈ അംബേദ്കർ തന്നെ എഴുതിയിരിക്കുന്നതാണ്, അതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം. കാളവണ്ടിക്കാരൻ വേറൊരു ജാതിയിൽപ്പെട്ട ആളാകൊണ്ട് ഉയർന്ന സമുദായക്കാരനായിരുന്നിരിക്കാം. അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാമാന്യം നല്ല മനുഷ്യനാകൊണ്ട് ആ വണ്ടിയിൽ വീണ്ടും കയറ്റി. പക്ഷേ ആ വണ്ടിയിൽ കയറി അദ്ദേഹത്തോടൊപ്പം അവരോടൊപ്പം യാത്ര ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. അതാണ് ഇന്ത്യയുടെ പശ്ചാത്തലം, അതായിരുന്നു. നമ്മുടെ നാട്ടിലും വളരെ സങ്കീർണമായ രീതിയിൽ അത്തരത്തിലായിരുന്നു. സ്കൂളുകളിൽ പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. പള്ളിക്കൂടത്തിൽ പിള്ളേർ ചെല്ലുമ്പോൾ ബെഞ്ചിൽ ഇരുത്തുകയില്ല, അവർക്ക് താഴെ തറയിൽ ചാക്ക് വിരിച്ച് അവിടെ ഇരിക്കാം. ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. അവർ സംസ്കൃതം കേൾക്കരുത്. സംസ്കൃതം കേട്ടാൽ അവർ ഇവിടുത്തെ വലിയ സമുദായക്കാരുടെ ആ ഒരു കുലീനതയിലേക്ക് വളർന്നു വരും. അവരുടെ പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കരുത്, അവരുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. സാറന്മാര് പഠിപ്പിക്കാൻ ചെല്ലുമ്പം അവരുടെ പുസ്തകത്തെ മാത്രം തൊടുകയില്ല, മറ്റുള്ളവരുടെ പുസ്തകത്തിൽ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള വളരെ നിർഭാഗ്യകരമായ അവസ്ഥയിൽ കൂടിയാണ് അംബേദ്കറും ഒട്ടനവധി ആളുകളും എല്ലാം കടന്നുപോയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള തിന്മകള് നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ സമുദായത്തിന്റെ കഴിവും മികവും അവരുടെ പ്രാധാന്യവും മനസ്സിലാക്കി അതിൻ്റെ സമഗ്രതയിൽ നമുക്ക് അവരെ വളർത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വേണയാണ്. അംബേദ്കർ പിന്നീട് പഠിക്കാൻ ചെന്ന സ്ഥലത്തുമൊക്കെ അദ്ദേഹം USA കൊളംബിയയിൽ പൊളിറ്റിക്സിൽ PhD എടുത്തു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു മനുഷ്യൻ പോലും എന്നോട് മിണ്ടുകയില്ല. ഞാൻ എൻ്റെ പഠനവും ഇതെല്ലാം അവിടെ നടത്തുമ്പോഴും അധ്യാപകരുൾപ്പെടെ എനിക്ക് കൂട്ടുകാരോ അവരൊന്നുമില്ല, അവരെല്ലാം സ്ഥലപ്പെടുകയാണ്. അദ്ദേഹം തിരിച്ച് അവിടെ നിന്ന് നിരാശനായി പഠനമെല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും അദ്ദേഹം PhD എടുക്കും. അതേക്കുറിച്ചും അദ്ദേഹം പറയുന്നത്, ഒറ്റ ഇംഗ്ലീഷ് സാഹിബ് പോലും നമ്മളോട് വർത്തമാനം പറയാനോ നമ്മുടെ
നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവർക്ക് മനസ്സില്ല. അവരെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെയുള്ള വേദനകൾ അനുഭവിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്നു. അദ്ദേഹം എഴുതിയ ഭരണഘടനയുടെ ബലത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും, നമ്മളുടെ മൈനോറിറ്റി റൈറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മളുടെ സമുദായങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട സ്കോളർഷിപ്പുകളെ കുറിച്ചോ മറ്റു സഹായങ്ങളെ കുറിച്ചോ ഒക്കെ നമുക്ക് പറയാൻ പോലും സാധിക്കുന്ന തരത്തിലാണ്. അദ്ദേഹം ഇംഗ്ലണ്ടില് വട്ടമേശ സമ്മേളനത്തിന് പോയ അവസരത്തിൽ നമ്മുടെ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ നിയമകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. അവിടെ അദ്ദേഹം ഈ പിന്നോക്ക സമുദായത്തിന് വേണ്ടി നിയോജക മണ്ഡലം വേണം എന്ന് അവിടെ വാദിച്ചപ്പോൾ അത് ഗാന്ധിജിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് അത്രയും വലിയ പുരോഗമനവാദം പറയുന്നതെന്ന് മട്ടിൽ ഗാന്ധിജി അദ്ദേഹത്തെ ശാസിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും വേദനാജനകമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അമേരിക്കയിലും UK നിന്ന് 2 PhD ബിരുദം കരസ്ഥമാക്കിയ അംബേദ്കറിന് പോലും അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കേണ്ടതില്ല. നമ്മൾ അങ്ങനെയുള്ള സാമൂഹിക തിന്മകള് കണ്ട് മനസ്സിലാക്കി അതിനെ തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു തിരുത്തലിന്റെ ഭാഗം നമുക്കത് ഒന്നിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ 15-16 അച്ഛന്മാർ വന്നിരിക്കുന്നത് ഇതിന്റെ അടയാളം അതാണ്. ഇവിടെ രൂപതയുടെ കാസൽ കൗൺസിലിന്റെ സെക്രട്ടറി KK സാർ വന്നിരിക്കുന്നതിന്റെ കാര്യം അതാണ്. യുവതയുടെ യൂത്തിന്റെ പ്രധാനപ്പെട്ടയാള് കേരള തലത്തിൽ സാംസങ് വന്നിരിക്കുന്നതിന്റെ കാര്യം അതാണ്. നമുക്കിതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒറ്റ വീടിന്റെ കാര്യമാണ്, ഒരു ഭവനത്തിനുള്ളിലെ കാര്യമാണ്. ഇത് വേറെ ആരെങ്കിലും വന്ന് ചെയ്യും എന്ന് കരുതി നമുക്ക് മാറ്റി നിർത്താനോ മാറ്റി കളയാനോ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കൂടിവരവിന്റെ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതൽ അധ്വാനിക്കണം. വളരെയേറെ കഴിവും സാമർഥ്യവും ആത്മീയതയും കലാപരമായിട്ടുള്ള വാസനകളും എല്ലാമുള്ള സഹോദരങ്ങളാണ് നമ്മുടെ DCMS എന്ന് ഇതിനോടകം നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ നമുക്ക് ഈ സമുദായത്തിന്റെ ഒരു ഉണർവിന് വേണ്ട പശ്ചാത്തലമായിട്ടാണ് 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ രാമപുരം, അരുവിത്തുറ, കുറവലങ്ങാട്, ചെറുപ്പുങ്കൽ, കുടങ്ങനാട് ഈ സ്ഥലങ്ങളിൽ വെച്ചുള്ള സോണൽ സമ്മേളനങ്ങളും അവിടെ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് വിപുലമായ ഒരു പഠന റിപ്പോർട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. വെറുതെ ചുമ്മാ നമുക്ക് നേരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്നാ ഒരു മീറ്റിംഗ് കൂടാം എന്ന് കരുതി വന്നതല്ല. ഇവിടെ 165 പേര് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിന്റെ ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഇവിടെ കണ്ട് മാറിപ്പോകാൻ വേണ്ടിയല്ല. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ വിസ്മയത്തോടു കൂടിയാണ് ഇതിന്റെ ശാസ്ത്രീയമായ മാനവും നിങ്ങൾ ഇത് അധ്വാനിച്ചതും എല്ലാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിനകത്ത് നല്ല ഒരു മോണിറ്ററിങ് നിങ്ങളുടെ കൂടുതൽ വർക്ക് ചെയ്ത് ബിനോയും ബിന്ദുവും ഇതിന് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ വെത്താനച്ചനും ജോസഫിനും എല്ലാം. അപ്പൊ നല്ലൊരു കർമ്മ പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ നമുക്ക് പോകണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സംഘടനാ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചാൽ നമ്മുടെ സമുദായം താഴ്പോകും. സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ വിഷയത്തേക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും മുൻഗണന കൊടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, ഈ പള്ളി കമ്മിറ്റിയിലെ DCMSന്റെ റെപ്രസെന്റേറ്റീവ് ആരാണ്? നമുക്ക് 10, 15, 20ഓളം വീടുകളുണ്ടെങ്കിൽ അവിടെ അവരിൽ നിന്ന് ഒരാള് പള്ളി കമ്മിറ്റിയിൽ വേണമെന്ന് രൂപതയുടെ നിയമാവലിയാണ്. അത് നമ്മുടെ എല്ലാ പള്ളികളും ചെയ്യുന്നുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ വരാതിരിപ്പുള്ളൂ. പ്രത്യേകമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റു സംഘടനക്കാരെ എല്ലാവരെയും സംസാരിപ്പിക്കാറുണ്ട്. ഈ DCMSന്റെ ആളുകൾ കൂടുതൽ ഒരുങ്ങി നല്ല കൃത്യമായിട്ട് അവരുടെ വീടുകളുടെ എണ്ണം, അവരുടെ പ്രവർത്തനങ്ങൾ വിചാരിച്ചിനെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ചാൽ വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിചാരിച്ചാൽ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, നല്ല വിചാരിച്ചാൽ വലിയ ഇഷ്ടമാണ്, എല്ലാ കാര്യവും ചെയ്തു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാൻ തക്ക പ്രാപ്തിയും മികവുമുള്ള കമ്മിറ്റി അംഗങ്ങളെയാണ് DCMS സെക്ഷനിൽ നിന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവിടെ വന്ന് അവർ സംസാരിക്കുന്നത് ആ കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം എല്ലായിടത്തും തന്നെ താല്പര്യമുള്ള കാര്യമായിട്ടും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ
നമ്മൾ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ തിന്മകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, വിദ്യാഭ്യാസ കുറവുണ്ട്, വായനയുടെ കുറവുണ്ട്, പത്രം വായിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വീട് വേണം, നല്ല വിദ്യാഭ്യാസം വേണം, ആരോഗ്യം സംരക്ഷിക്കണം. ആ രീതിയിലൊക്കെ കൂടുതൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ സമുദായത്തെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സമുദായം ബലഹീനമായാൽ നമ്മുടെ ഈ പ്രദേശമെല്ലാം ബലഹീനമാണ്. ഈ സമുദായം, ഈ പാലായിൽപ്പെട്ട നമ്മുടെ ആളുകൾ കുറച്ച് തുണയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് സിനഡിലും KCBCയിലും ഒക്കെ നല്ല ഒരു നിലവാരമുള്ളതെന്നുകൂടി ഞാൻ പറയുകയാണ്. വളരെ നല്ല സമയം KCBCയിലും ഈ ജോസഫിനൊക്കെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവിടെ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ സിനഡും KCBCയും ഒക്കെ അതിന് നല്ല അവസരം നൽകിയിട്ടുണ്ട്. CBCI മീറ്റിംഗ് വരുമ്പോഴും SC ST DCMS വിഭാഗത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനും പറയാനുമായിട്ട് മണിക്കൂറുകൾ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല ഊർജം നമുക്ക് പൊതുവിൽ കിട്ടണം. നിങ്ങളുടെ കർമ്മ പദ്ധതികള്, പരിപാടികള് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വളരെയേറെ അടിസ്ഥാന സ്വഭാവമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ച് ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങൾ ഈ സമുദായത്തെ ആ തരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നതിലുള്ള ഒരു ആവേശമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മട്ടിൽ നിങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ സഹകരണം കിട്ടാതെ പോകുന്നതിൻ്റെ വിഷമമാണ്. സപ്തതി വർഷത്തില് സപ്തതി സ്മാരക പദ്ധതി, വീടുകള്, ക്ഷേമനിധി പദ്ധതികള്, മരണം, ചികിത്സ, നിർമ്മാണ സംഭാവനകള്, വിവിധ ഗ്രൂപ്പുകളുടെ ആരംഭം, സ്വയം തൊഴിൽ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസ പ്രോഗ്രാമുകള്, തൊഴിൽ സംരംഭകത്വ പ്രോഗ്രാമുകള്, സാമുദായിക പുരോഗമന പ്രോഗ്രാമുകള്, കലാമത്സരങ്ങള്, യൂണിറ്റ് ഭവന സന്ദർശനം, പ്രസംഗ മത്സരം, സോണൽ സംഗമങ്ങള്, അവധിക്കാല ക്യാമ്പുകള്, ലഹരി വിരുദ്ധ ക്ലാസുകള്, കുടുംബ നവീകരണ ധ്യാനം, നേതൃത്വ പരിശീലന ക്യാമ്പുകള്, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി. ഇതിൽ കൂടുതലൊക്കെ എന്താണ് ഇവരെ കണ്ടെത്താനുള്ളത്? 10 IAS-കാരെ പിടിച്ചിരുത്തിയാൽ പോലും ഇതുപോലെ രൂപീകരിക്കാൻ പറ്റില്ല. ഈ സമുദായത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ച് ഉയർത്തി നല്ല ഒരു ഫ്യൂച്ചർ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ സപ്തതി വർഷം രൂപതയുടെയും പ്രധാനപ്പെട്ട 75 വർഷങ്ങൾ കൂടുന്ന പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണകളാണ്. ഇവിടെ നിങ്ങളൊരു മഹാസംഗമത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രധാനത്തോട് പറഞ്ഞിരുന്നു, നമുക്ക് രൂപതയിലുള്ള എല്ലാ DCMS-കാരെയും കൂട്ടി നമുക്കൊരു വലിയ സമ്മേളനം രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ലാതെ തന്നെ അവർ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കണ്ടു, നവംബറാണെന്ന് തോന്നുന്നല്ലേ, നവംബർ മാസത്തിൽ നിങ്ങൾ രൂപതാതല സംഗമത്തിന്റെ ഡേറ്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കണ്ടെത്തലുകളും കൂടിവരവുകളും വഴി മാത്രമേ നമുക്ക് ഏത് സമുദായത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അതിൽ നിങ്ങളൊരുക്കി കർമ്മ പദ്ധതി ബലിഷ്ഠമായ ഒരു ഡോക്യുമെന്റാണ്. എനിക്കതിനകത്ത് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ മാത്രമേ പറയാനുള്ളൂ. ഈ സപ്തതി വർഷത്തിൽ നമുക്ക് കുഞ്ഞച്ചനെ കുറിച്ചുള്ള ഒരു 2 ദിവസത്തെ ഒരു മെഗാ സിമ്പോസിയം ഒന്ന് നടത്തിയാൽ നല്ലതാണ്. രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, ജീവിതകാലം, അദ്ദേഹത്തിന്റെ വൈദിക ശുശ്രൂഷ, ഈ സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ഭാവിയിൽ ഈ സമുദായം എങ്ങനെ ആയിരിക്കണം എന്ന് കരുതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് വളരെ വിപുലമായ രീതിയിൽ എല്ലാവരെയും ചേർത്ത് കുഞ്ഞച്ചന്റെ ഒരു സമഗ്രമായ ഒരു പഠനം, അതിന് നമുക്ക് ഈ തമിഴ്നാട്, ബാംഗ്ലൂര് സോണുകളിൽ നിന്നൊക്കെ ഉള്ള പിതാക്കന്മാർ തന്നെ നമ്മുടെ കേരളത്തിലുമുണ്ട്. അവിടെയും കൂടെ ഈ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുകൂടെ വരുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാകും. നേരത്തെ ഉണ്ടായിരുന്ന മദ്രാസ് മൈലാപ്പൂര് ചിന്നപ്പ മലയപ്പ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം നമ്മുടെ കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച് രാമപുരത്ത് വന്നിരുന്നു. അതിനുശേഷവും വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, പിതാവേ, ഈ കുഞ്ഞച്ചനെ നമ്മൾ കാര്യമായിട്ടൊന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഇന്ത്യയുടെ ഉണർവിന് തന്നെ അത് കാരണമാണ്. ഇന്ത്യയിൽ എന്തുമാത്രം കാസ്റ്റും ട്രൈബും ഇതുപോലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. ഇന്ത്യയുടെ ഒരു റിനൈസൻസിന്
അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കതാണ്, ഇന്ത്യയുടെ റിനൈസൻസിന് ഈ കുഞ്ഞച്ചനെ നിങ്ങൾ നല്ലപോലെ ഒന്ന് പ്രൊജക്ട് ചെയ്താൽ അത് കാരണമാകുമെന്ന്. അത് നമുക്ക് ഈ സപ്തതി വർഷത്തിലൊരു മുഖ്യ ശ്രദ്ധ കൊടുത്ത് പഠിച്ച് വിപുലമായ രീതിയിൽ നമുക്കത് നടത്തണം. അതിൻ്റെ ഒരു സമാപനം പോലെ നമ്മളുടെ ഈ മഹാസംഗമം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലേക്ക് നമുക്ക് എത്താം. വീണ്ടും കുട്ടികൾക്ക് വേണ്ടി നമുക്ക് മറ്റ് ചെറിയ കാര്യപരിപാടികളൊക്കെ എൻ്റെ മനസ്സിൽ മറ്റു ചില ചെറിയ കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ കാര്യം ഈ സപ്തതി വർഷ സോണൽ പ്രവർത്തക സമിതിയുടെ പേരിൽ ഇവിടെ നിങ്ങൾ 100-ലധികം ആളുകൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ് വളരെ നല്ലതാണ്. അത് നമുക്ക് ഈ സോണൽ സംവിധാനത്തിൽ അത് ഇടവക, കൊറോണ, സോണൽ, രൂപത ഈ തലത്തിലെല്ലാം അത് കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ നല്ലൊരു റിപ്പോർട്ടിങ് നമുക്ക് ACBCയിലും നമുക്ക് കൊടുക്കണം. അവർക്ക് മറ്റു രൂപതകൾക്കും അതൊരു മാതൃക ആയിട്ട് തീർച്ചയായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ ഇത്രയും അധ്വാനിച്ച് ഇതുപോലെ ഓടി നടന്ന് എന്തോ ഒരു ഉഷ്ണമായിരുന്നു, ചൂടായിരുന്നു 2 ദിവസം മുമ്പ് വരെ. അതിനിടയിലെല്ലാം നിങ്ങൾ ഈ ജോലിയെല്ലാം നടത്തി വിഷമിച്ചില്ലേ കയറി ഇറങ്ങി അച്ഛൻ്റെ അടുത്തൊക്കെ വന്നു പോകുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമുക്കിത് നല്ലൊരു കൂടിവരവാണ്. രൂപതയുടെ ഒരു ഉണർവിനും ഉന്മേഷത്തിനും ഇത് കാരണമാകും. അതുവഴി നിങ്ങളുടെ സമുദായം, കുടുംബം, കുട്ടികള്, നിങ്ങളുടെ ആരോഗ്യം അതെല്ലാം സാധിക്കുന്ന വിധത്തിലെല്ലാം സംരക്ഷിക്കാനുള്ള എല്ലാ സഹായവും രൂപതാ കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്നുകൂടി ഞാൻ ഉറപ്പു പറയുകയാണ്. ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ട കുഞ്ഞച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി